The greatest treasure wasn't the gold, my love, but the stories they shared along the way. ശാന്തമായ ഒരു കാട്ടിൽ ഗോവു എന്ന് പേരുള്ള ഒരു ആന ജീവിച്ചിരുന്നു. അവൻ നല്ല ഉയരമുള്ളവനും ശക്തിയുള്ളവനും തന്റേടമുള്ളവനും ആയിരുന്നു. എല്ലാ ദിവസവും ഗോപു ഉറക്കെ ശബ്ദമുണ്ടാക്കി കാട്ടിലൂടെ നടന്നു. അവൻ നടക്കുമ്പോൾ മരങ്ങൾ കുലുങ്ങി. കാട്ടിലെ എല്ലാ മൃഗങ്ങളും അവനെ അത്ഭുതത്തോടെ നോക്കിയിരുന്നു. ചിന്നു എന്നു പേരുള്ള ഒരു കുഞ്ഞെലിക്ക് അവനെ നോക്കാൻ പോലും പേടിയായിരുന്നു. ഒരു ദിവസം ചിന്നു പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു, സുപ്രഭാതം ഗോപു. പക്ഷേ ഗോപു ചിരിച്ചു. സുപ്രഭാതമോ? നിന്നോടോ? നീ എത്ര ചെറുതാണെന്ന് നോക്കൂ. ഞാൻ നിന്റെ പുറത്ത് ചവിട്ടിക്കളയുമായിരുന്നല്ലോ. മറ്റു മൃഗങ്ങൾ അത് കേട്ട് ചിരിച്ചു. പാവം ചിന്നുവിന് വല്ലാതെ വിഷമമായി. അന്ന് രാത്രി ഗോപു വെള്ളം കുടിക്കാൻ പുഴയിലേക്ക് പോയി. പെട്ടെന്ന് ഒരു വലിയ വേട്ടക്കാരന്റെ വല അവന്റെ മുകളിലേക്ക് വീണു. അവൻ ഉറക്കെ കരഞ്ഞു, സഹായിക്കൂ, ആരെങ്കിലും എന്നെ സഹായിക്കൂ. പക്ഷേ കാട് ഉറങ്ങുകയായിരുന്നു. ആരും വന്നില്ല. അപ്പോൾ ചിന്ന് ആ കരച്ചിൽ കേട്ടു. അവൻ ശബ്ദം കേട്ട ഭാഗത്തേക്ക് ഓടി. അയ്യോ! ഗോപുവലയിൽ പെട്ടത് കണ്ട ചിന്നു മടിച്ചു നിന്നില്ല. അവൻ തന്റെ ചെറിയ പല്ലുകൾ കൊണ്ട് കയറുകൾ കടിച്ചു മുറിക്കാൻ തുടങ്ങി. അവസാനത്തെ കയറും പൊട്ടി. ഗോപു സ്വതന്ത്രനായി. നീ എന്നെ രക്ഷിച്ചെന്നോ? അവൻ പതിയെ ചോദിച്ചു. ചിന്നു ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഒരു ചെറിയ എലിക്കും ഒരു വലിയ ആനയെ സഹായിക്കാൻ കഴിയും. അന്നുമുതൽ ഗോപുവും ചിന്നുവും നല്ല കൂട്ടുകാരായി. ഗോപു എവിടെ പോയാലും ചിന്ന് അവന്റെ തുമ്പിക്കയിൽ അഭിമാനത്തോടെ ഇരുന്ന് യാത്ര ചെയ്തു. അന്ന് മറ്റു മൃഗങ്ങൾ ഒരു കാര്യം പഠിച്ചു. വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ആരും ചെറുതല്ല. യഥാർത്ഥ ശക്തി വലുപ്പത്തിലോ അധികാരത്തിലോ അല്ല. അത് ദയയിലും ധൈര്യത്തിലും മനസ്സിലുമാണ്.